സുമതി വളവ് എന്ന സിനിമ കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയെന്ന നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ തങ്ങളുടെ ഭാഗം വിശദീകരിച്ച് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. സംവിധായകൻ വിഷ്ണു ശശി ശങ്കർ, സംവിധായകൻ വിജേഷ് പനത്തൂർ എന്നിവർക്കൊപ്പമാണ് അഭിലാഷ് പിള്ള വാർത്താ സമ്മേളനം നടത്തിയത്. തങ്ങളുടെ കുടുംബത്തെയും വിഷയം ബാധിക്കുന്നുണ്ടെന്ന് അഭിലാഷ് പിള്ള പറഞ്ഞു. വീഡിയോ വന്ന ശേഷം മുരളി കുന്നുംപുറത്തെ വിളിച്ചിരുന്നു. അബദ്ധം പറ്റിയെന്നാണ് തന്നോട് പറഞ്ഞത്. അടുത്ത സിനിമ ചെയ്താലോ എന്ന് മുരളി കുന്നുംപുറം ആവശ്യപ്പെട്ടതാണ്. ജിംഗിൾ ബെൽസ് എന്ന 6 കോടി ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ കഥയാണ് ആദ്യം പറഞ്ഞത്. സുമതി വളവ് 10 കോടി രൂപ ബഡ്ജറ്റ് വരുമെന്ന് മുരളിയോട് പറഞ്ഞിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുൻപ് 25 ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹവുമായി സിനിമ ചെയ്യരുത് എന്ന് തന്നോട് പലരും പറഞ്ഞിരുന്നു. പിന്നീട് പ്രൊഡ്യൂസറെ കണ്ടെത്തി. 1 കോടി രൂപ ഷൂട്ടിംഗ് തുടങ്ങും മുൻപ് അവർ മുരളിയുടെ അക്കൗണ്ടിലിട്ടു. 15-20 കോടിക്കുള്ളിൽ ബഡ്ജറ്റ് ആകുമെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. 6 കോടി രൂപ ചെന്നൈയിലെ കമ്പനി നൽകി. അഭിനയിച്ച പലർക്കും പ്രതിഫലം നൽകിയിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ, ക്യാമറാമാൻ എന്നിവർ പരാതി നൽകിയിരുന്നു. പടം ഇറങ്ങില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് താൻ ഗോകുലം ഗ്രൂപ്പിനെ കണ്ടത്. പിന്നീടെല്ലാം സെറ്റിൽ ചെയ്തത് ഗോകുലമാണ്. തനിക്ക് തന്നത് 17 ലക്ഷം രൂപ മാത്രം. താൻ മുരളിക്ക് 3 ലക്ഷം രൂപ നൽകിയെങ്കിലും അത് തിരികെ നൽകിയില്ല. എനിക്ക് തൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടേ? ഇതുപോലെ ഒരുപാട് വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ ഭീഷണി ആദ്യമല്ല. വെള്ളം സിനിമയുടെ തമിഴ് പതിപ്പ് ചെയ്യാൻ നായകന് കഴിഞ്ഞ ദിവസമാണ് മുരളി അഡ്വാൻസ് കൊടുത്തത്. നഷ്ടം വന്നു എന്നത് മുരളി തെളിയിക്കണം. തനിക്ക് നേരെ വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനായ മുരളിയോട് സംസാരിക്കാൻ കഴിയില്ല എന്നും അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സംവിധാനം ചെയ്യാൻ അറിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ ക്ഷണിച്ചതെന്ന് വിഷ്ണു ശശി ശങ്കർ ചോദിച്ചു. അതേസമയം വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടുകയും ചെയ്തു. തദവസരത്തിൽ സുമതി വളവിന്റെ PROയും രംഗത്ത് വന്നു. ഈ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണ് എന്നുള്ളതും എങ്ങനെയാണ് നഷ്ടം വന്നതെന്നും അദ്ദേഹം പറയുന്ന പേരുകളിൽ ആരെങ്കിലും ആ പൈസ അടിച്ചോണ്ട് പോയതാണോ എന്നുള്ളതും മുരളിച്ചേട്ടൻ വെളിപ്പെടുത്തുമെന്നാണ് PRO പ്രതീഷ് ശേഖർ ആവശ്യപ്പെട്ടത്. ഒപ്പം ഒരു അപേക്ഷ കൂടിയുണ്ട്. സുമതി വളവിൽ ജോലി ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ടീമുകളുണ്ട്. അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫെഫ്ക PRO യൂണിയന് വരെ പരാതി കൊടുത്തു. എന്നിട്ട് ഒരു തുച്ഛമായ തുക മാത്രമാണ് മറ്റൊരു വ്യക്തി എനിക്ക് തന്നത്. കൂടാതെ ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള പലർക്കും ഇനിയും പൈസ കിട്ടാനുണ്ട്. 1 രൂപ പോലും കിട്ടാത്തവരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും അഭിനേതാക്കളുമാണ്. അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. വ്യക്തിപരമായി ആരെയെങ്കിലും ആക്രമിക്കുന്ന സംഭവം പറയുമ്പോൾ അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവരാണ് പൈസ അടിച്ചോണ്ട് പോയതെങ്കിൽ അക്കാര്യം വ്യക്തമാക്കുക. അല്ലാത്ത രീതിയിൽ ഒരാളെയോ വ്യക്തിപരമായി ആക്രമിക്കുകയോ ചെയ്യരുത്. ആദ്യം അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നത് തീരുമാനിക്കുക. മുരളിച്ചേട്ടനോട് ഞാൻ സംസാരിച്ചിരുന്നു. മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന മനുഷ്യനാണ്. എവിടെയാണ്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള സത്യം പുറത്തു വരട്ടെ. മുരളിച്ചേട്ടന് പൈസ കിട്ടാനുണ്ടെങ്കിൽ കിട്ടട്ടെ. പൈസ കിട്ടാത്തവർക്കും കിട്ടട്ടെ എന്നും പ്രതീഷ് പറഞ്ഞിരുന്നു.